ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബാഴ്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു റൂമറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂകാസൽ യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായ ആൻ്റണി ഗോർഡനെ കൊണ്ടുവരാൻ ഇപ്പോൾ FC ബാഴ്സലോണക്ക് വലിയ താല്പര്യമുണ്ട്. ആൻ്റണി ഗോർഡനെ കുറിച്ച് നിരന്തരം ബാഴ്സലോണ ഇപ്പോൾ സംസാരിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഫെർണാണ്ടോ പോളോ എന്ന മാധ്യമ പ്രവർത്തകൻ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഡക്കോ ലണ്ടനിൽ എത്തിയിരുന്നു. അദ്ദേഹം ലണ്ടനിൽ എത്തിയ ഉദ്ദേശങ്ങളിൽ ഒന്ന് അത് ആൻ്റണി ഗോർഡന്റെ ക്യാമ്പുമായി സംസാരിക്കുക എന്നുള്ളതാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് അദ്ദേഹം വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് FC ബാഴ്സലോണയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് വളരെ സീരിയസ് ആയിക്കൊണ്ട് ഗോർഡനെ ബാഴ്സലോണ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആണ്, ബാഴ്സയിലേക്ക് വരാൻ വേണ്ടി വളരെയധികം എക്സൈറ്റഡ് ആണ്. ലിവർപൂൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം ബാഴ്സയോടാണ്. ബാഴ്സയിലേക്ക് വരാൻ വേണ്ടി സാലറി കട്ട് എടുക്കാൻ വരെ അദ്ദേഹം തയ്യാറാണ് എന്നാണ് ഫെർണാണ്ടോ പോളോ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് ന്യൂകാസൽ യുണൈറ്റഡ് തന്നെയാണ്. അതായത് 85 മില്യൺ യൂറോ മുതൽ 90 മില്യൺ യൂറോ വരെ താരത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ള നിലപാടിലാണ് ന്യൂകാസൽ യുണൈറ്റഡ് ഉള്ളത്. ഇതാണ് ബാഴ്സയെ കുഴപ്പിക്കുന്ന ഒരു കാര്യം. ഇത്രയും വലിയ ഒരു തുക ബാഴ്സ ഇദ്ദേഹത്തിന് വേണ്ടി മുടക്കാൻ കരുതുന്നില്ല. കാരണം ഹൂലിയൻ ആൽവരസിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. ഈ അവസരത്തിൽ ഇത്രയും വലിയ ഒരു തുക ആൻ്റണി ഗോർഡന് വേണ്ടി FC ബാഴ്സലോണ നൽകില്ല എന്നാണ് ഫെർണാണ്ടോ പോളോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ താല്പര്യമുണ്ട്, ബാഴ്സക്കും ഗോർഡനും താല്പര്യമുണ്ട്. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡ് ആവശ്യപ്പെടുന്ന ഒരു തുകയാണ് വിഷയം. ഇനിയിപ്പോൾ ന്യൂകാസിൽ തുക കുറക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഈ ഡീൽ നടന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.